ഹലോ സുസാമൻ, ജർമ്മൻ ലാംഗ്വേജിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറെ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞു തരട്ടെ. മൊഡാൽ വെർബ് ക്യൊനൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ക്യാൻ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. എങ്കിൽ ഈ മൊഡാൽ വെർബിനെ ഒരു നൗണായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അത് ശരിയാണ്. ദസ് ക്യൊനൻ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എസൻ എന്ന് പറയുന്ന വെർബിനെ നമുക്ക് നൗണായിട്ട് യൂസ് ചെയ്യാം. അതാണ് ദസ് എസൻ എന്ന് പറയുന്നത്. എസിന്റെ മീനിങ് ടു ഈറ്റ് എന്നാണെങ്കിൽ ദസ് എസൻ എന്ന് പറയുന്നത് ദ ഫുഡ് ആയിട്ട് മാറും അല്ലെ? അങ്ങനെയാണെങ്കിൽ ക്യൊനൻ നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. ദസ് ക്യൊനന്റെ മീനിങ് എന്ന് പറയുന്നത് എബിലിറ്റി, സ്കിൽ എന്നൊക്കെയാണ്. ഇതിനി എങ്ങനെ നമുക്ക് സെന്റൻസിൽ യൂസ് ചെയ്യണം എന്നല്ലേ? അതായത് ഹെർ സ്കിൽ ഇംപ്രസസ് മീ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ജർമ്മനിലേക്ക് ദസ് ക്യൊനൻ വെച്ചിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം നോക്കാം. ഇയർ ക്യൊനൻ ബെഐൻഡ്രുക്ട് മിഹ് എന്നാണ് ഇതിനെ ജർമ്മനിൽ പറയാ. ഇയർ ക്യൊനൻ എന്ന് പറയുന്നത് ഇവിടെ ഹെർ സ്കില്ലായിട്ട് മാറി. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഹി ഷോഡ് ഓൾ ഹിസ് എബിലിറ്റി. ഇനി ഇതിന്റെ കറക്റ്റ് ആൻസർ അറിയണം എന്നുള്ളവര് ക്യൊനൻ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഇതിന്റെ ആൻസർ അയച്ചു തരുന്നതായിരിക്കും.